എല്ലാവർക്കും നമസ്കാരം. ടഫ് ചോദ്യങ്ങൾ എന്ന സെഷനിലേക്ക് സ്വാഗതം. ഇത് 4ാമത്തെ ചോദ്യമാണ് ഈ പറഞ്ഞ സെഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് ഡിഗ്രി ലെവൽ പ്രിലിംസ് മെയിൻസ് പോലുള്ള പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള പുതിയ പാറ്റേൺ ചോദ്യങ്ങളാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ചോദ്യം മാത്രമേ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുള്ളൂ. അപ്പോൾ കൂടുതൽ കോൺസെപ്റ്റ് ക്ലിയർ ആവുകയും ചെയ്യും. അതുപോലെ മറന്നു പോകാതിരിക്കാനുള്ള ഒരു മെത്തേഡ് പോലെയാണ് നമ്മൾ ഒരു ചോദ്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആ ചോദ്യത്തിലേക്ക് കടക്കാം. താഴെ പറയുന്നവയിൽ നിന്ന് ശരി ഉത്തരം കണ്ടെത്തുക എന്നതാണ് ചോദ്യം. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ഒരു ഭരണഘടന ഭേദഗതി പാർലമെൻറ്റ് പാസ്സാക്കി കഴിഞ്ഞാൽ ആ ഭേദഗതിയെ ചോദ്യം ചെയ്യാൻ സുപ്രീം കോടതിക്ക് അധികാരമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ഭരണഘടന ഭേദഗതി പാർലമെൻറ്റ് പാസ്സാക്കി കഴിഞ്ഞാൽ ആ ഭേദഗതിയെ സുപ്രീം കോടതിക്ക് ചോദ്യം ചെയ്യാൻ അധികാരമില്ല എന്ന് പറയുന്നു. 2, നാഷണൽ ജുഡീഷ്യൽ അപ്പോയിൻറ്റ്മെൻറ്റ്സ് കമ്മീഷൻ NJAC ആണ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയെ അപ്പോയിൻറ്റ് ചെയ്യാൻ നാമനിർദ്ദേശം നൽകുന്നത്. 3, ഹൈക്കോടതി റിറ്റ് ജുറിസ്ഡിക്ഷൻ. റിറ്റുകൾ അറിയാലോ, ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, സെർഷ്യോറാറി, പ്രൊഹിബിഷൻ, ക്യൂ വാറണ്ടോ, അങ്ങനെ 5 റിറ്റുകളാണുള്ളത്. ഈ 5 റിറ്റിൻ്റെയും ഈ സ്കോപ്പ് എന്ന് പറയില്ലേ, ആ സ്കോപ്പ് എന്ന് പറയുന്നത് സുപ്രീം കോടതിയേക്കാൾ വലുതാണ് ഹൈക്കോടതിക്ക് എന്നാണ് പറയുന്നത്. ജുറിസ്ഡിക്ഷൻ വലുത് ഹൈക്കോടതിക്കാണെന്നാണ് പറയുന്നത്. ഈ 3 സെൻറ്റൻസുകളിൽ നിന്നാണ്, ഈ 3 സ്റ്റേറ്റ്മെൻറ്റുകളിൽ നിന്നാണ് നിങ്ങൾ ഉത്തരം കണ്ടുപിടിക്കേണ്ടത്. ഏത് ശരിയെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കൂ നിങ്ങൾ. ഒരു ഭരണഘടനാ ഭേദഗതി, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് പാർലമെൻറ്റ് പാസ്സാക്കി കഴിഞ്ഞാൽ പിന്നെ ആ ഭേദഗതിക്ക് ചോദ്യം ചെയ്യാൻ വേണ്ടി സുപ്രീം കോടതിക്ക് അധികാരമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരിയാണോ തെറ്റാണോ? കാരണം ഒരു ഭരണഘടനാ ഭേദഗതിയാണ്, സ്പെഷ്യൽ മെജോറിറ്റിയിൽ പാസ്സാക്കുന്ന ഒരു ഭരണഘടനാ ഭേദഗതി, അത് പാസ്സായി കഴിഞ്ഞാൽ പിന്നെ കോടതിക്ക് അധികാരമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അതും സുപ്രീം കോടതിക്ക്. അങ്ങനെയാണോ? അത് തെറ്റാണ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. കാരണം ആർട്ടിക്കിൾ 13 പറഞ്ഞിരിക്കുന്ന ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഏതെങ്കിലും ഒരു ഒരു ഭേദഗതി ഫണ്ടമെൻ്റൽ റൈറ്റ്സിനോ മറ്റേതെങ്കിലും രീതിയിലുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് എതിരാണെങ്കിൽ എന്താണ്, സുപ്രീം കോടതിക്ക് ഇടപെടാനും ആ പറയുന്ന നിയമമോ അല്ലെങ്കിൽ ഭേദഗതിയോ റദ്ദ് ചെയ്യാനുള്ള അവകാശം ആർക്കുണ്ട്? സുപ്രീം കോടതിക്കുണ്ട്. അതുകൊണ്ട് ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. 2, നാഷണൽ ജുഡീഷ്യൽ അപ്പോയിൻറ്റ്മെൻറ്റ്സ് കമ്മീഷൻ NJAC ആണ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയെ അപ്പോയിൻറ്റ് ചെയ്യാൻ നാമനിർദ്ദേശം നൽകുന്നത് എന്ന് പറയുന്നു. ഈ NJAC എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? 99th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് വഴി വന്നതാണ്. ഇത് റദ്ദ് ചെയ്തതാണ്. ഈ 99th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് എന്ന് പറഞ്ഞ NJAC റദ്ദ് ചെയ്യപ്പെട്ടതാണ്. അതായത് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് കൊളീജിയം തന്നെ മതി. കൊളീജിയമാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ നാമനിർദ്ദേശം ചെയ്യുന്ന ബോഡി, അല്ലാതെ നാഷണൽ ജുഡീഷ്യൽ അപ്പോയിൻറ്റ്മെൻറ്റ്സ് കമ്മീഷൻ അല്ല, ഈ NJAC അല്ല. അപ്പോൾ രണ്ടും തെറ്റാണ്. NJAC ഇപ്പോൾ നിലവിലില്ല. 3, ഹൈക്കോടതി റിറ്റ് ജുറിസ്ഡിക്ഷൻ, അതായത് ക്യൂ വാറണ്ടോ, സെർഷ്യോറാറി, പ്രൊഹിബിഷൻ, ഹേബിയസ് കോർപ്പസ് എന്നിങ്ങനെയുള്ള 5 റിറ്റുകളുടെ ജുറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത് ഹൈക്കോടതിക്ക് കൂടുതലാണ് എന്ന് പറയുന്നു. അത് നോർമലി തെറ്റ് ഇടാനാണ് കൂടുതൽ സാധ്യത, കാരണം സുപ്രീം കോടതിക്കാണല്ലോ കൂടുതൽ എന്ന് പറയും. പക്ഷേ ഹൈക്കോടതിക്കാണ് കൂടുതൽ. കാരണം സുപ്രീം കോടതി ഈ റിറ്റ് ജുറിസ്ഡിക്ഷൻ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, മൗലിക അവകാശങ്ങളുടെ സംരക്ഷണക്ക് മാത്രമാണ് ഉപയോഗിക്കുന്നത്. നേരെ മറിച്ച് ഹൈക്കോടതിക്ക് കുറച്ചുകൂടെ കൂടുതൽ സ്കോപ്പ് ഈ പറഞ്ഞ റിറ്റ് ജുറിസ്ഡിക്ഷനുമായിട്ടുണ്ട്. അപ്പോൾ 3ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. അപ്പോൾ ഇതിൽ ഓൺലി 3 ആണ് ശരി ഉത്തരം. C ആണ് ശരി ഉത്തരം. അപ്പോൾ ഇതിന് ഈ ഒരു ചോദ്യം വരാനുള്ള കാരണം എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് ഇങ്ങനൊരു ചോദ്യം ഇടാൻ തന്നെ കാരണം സെൻട്രൽ ഗവൺമെൻറ്റിന് ഈ പറഞ്ഞ അപ്പോയിൻമെൻറ്റ്സ്, ജുഡീഷ്യൽ ആയിട്ടുള്ള അപ്പോയിൻമെൻറ്റ്സിനും ഹൈക്കോടതി ജഡ്ജികളുടെ ട്രാൻസ്ഫറൊക്കെ ആയി ബന്ധപ്പെട്ട് ഒരുപാട് കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ, വളരെ വിവാദപരമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ ഈ പറഞ്ഞ സെൻട്രൽ ഗവൺമെൻറ് മിനിസ്റ്റേഴ്സൊക്കെ നടത്തുന്നുണ്ട്. അതായത് ഈ പറഞ്ഞ പോലെ നാഷണൽ ജുഡീഷ്യൽ അപ്പോയിൻറ്റ്മെൻറ്റ്സ് കമ്മീഷൻ വേണം, അല്ലാതെ സുപ്രീം കോടതി കൊളീജിയം വഴി റെക്കമെൻഡ് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ വരുന്നുണ്ടായിരുന്നു. അതുപോലെ വാർത്തയിൽ അത് ഉടനീളം ഇതിങ്ങനെ ഡിസ്കസ് ചെയ്യപ്പെടുന്നൊരു സമയമാണിത്. അതുകൊണ്ടാണ് NJACനെ കുറിച്ചും സുപ്രീം കോടതിയെക്കുറിച്ചും ജുഡീഷ്യൽ റിവ്യൂവിനെ കുറിച്ചും ഒരു ചോദ്യം. ഈ ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത് ഡയറക്റ്റ്ലി മെൻഷൻ ചെയ്തൊരു കാര്യമല്ല ആർട്ടിക്കിൾ 13. ഇൻഡയറക്റ്റ്ലി, ഇംപ്ലിസിറ്റ്ലി മെൻഷൻഡാണ്. ഇംപ്ലിസിറ്റായിട്ട് മെൻഷൻ ചെയ്തിരിക്കുകയാണ് ജുഡീഷ്യൽ റിവ്യൂ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ടഫ് ചോദ്യങ്ങൾ എന്ന സെഷനിൽ പറയാനുള്ളത്. ഡിഗ്രി ലെവൽ പ്രിലിംസ് മെയിൻസ് ഓറിയൻറ്റഡ് ആയിട്ട് നടത്തുന്നൊരു ക്ലാസ്സാണ്. ഒരു ചോദ്യം തന്നെ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം കോൺസെപ്ച്വലി അത് ക്ലിയർ ആയിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ചോദ്യം മാത്രം ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഓക്കെ, ബൈ, ടേക്ക് കെയർ.